എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഹൽവയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഏത്തപ്പഴം പഴുത്തു പോകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണിത്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. ഒരുപാട് പഴുത്തു പോയ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഹൽവ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ലവണ്ണം പഴുത്തുപോയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഏത്തപ്പഴം പഴുത്തു പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇതുപോലെ ഹൽവ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പഴം അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എടുത്തിരുന്ന പഴം ഒരു മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര പാനിയോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ ഇത് കോരി മാറ്റണം. ഞാനിവിടെ ഹൽവയിലേക്ക് അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിന് പകരമായിട്ട് തേങ്ങാക്കൊത്ത് വറുത്തതോ കിസ്മിസോ മെലൻ സീഡ്സോ എള്ളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കോരി മാറ്റിയതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം കുറച്ച് സമയം ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു മുറി തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവിൻ്റെ പാലും ഉപയോഗിക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തീ ഒന്ന് നല്ലവണ്ണം കൂട്ടിയിട്ട് കൊടുക്കാം. തീ കൂട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലായി വരും. ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ച് ചേർത്ത് കൊടുക്കാം. കരടൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതുപോലെ ഉരുക്കി അരിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഒന്ന് ചിരണ്ടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഉരുക്കിയെടുത്ത ശർക്കരയുടെ 1/4 ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവൻ ശർക്കരയും ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ആദ്യം ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം നോക്കിയതിന് ശേഷം വേണം വീണ്ടും ശർക്കര ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് മധുരം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഹൽവ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ 4 കഷ്ണം ശർക്കര എടുത്തതിൽ 3 ശർക്കരയുടെ പാനി മാത്രമേ ഈ ഹൽവയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഏത്തപ്പഴത്തിൻ്റെ വലുപ്പവും മധുരവും അനുസരിച്ച് ശർക്കരയുടെ അളവും മാറും. ഇവിടെ ഇപ്പോൾ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷവും ഹൽവയുടെ കൂട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കുറേശ്ശെയായിട്ട് പല പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം ഹൽവയുടെ കൂട്ട് പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് എല്ലായിടത്തേക്കും തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹൽവ ഉണ്ടാക്കുമ്പോൾ ആദ്യം കുറച്ച് സമയം തീ കൂട്ടിയിട്ടിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഹൽവയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഹൽവ സെറ്റാകുന്നതിനനുസരിച്ച് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ഹൽവ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുമ്പോഴേക്ക് ഹൽവയ്ക്ക് നല്ലൊരു മണം കിട്ടും. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഏലക്ക പൊടിച്ചതിൻ്റെ അളവും മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് ഹൽവ വിട്ട് ഇതുപോലെ ഉരുണ്ട് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി ഹൽവ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഹൽവ ആക്കി കൊടുക്കാം. ഒരു നെയ്യ് തടവിയ സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഇപ്പം നല്ലവണ്ണം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം.
നന്നായിട്ട് തണുത്ത് വരുമ്പോൾ മാത്രമേ ഇത് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. ഏത്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഹൽവ ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.